ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുരുമുളക് കൃഷി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കുരുമുളക് കൃഷി ഞാൻ പല രീതിയിൽ കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ട്. ഞാൻ കവുങ്ങിൻ്റെ മുകളിൽ, മരങ്ങളുടെ മുകളിൽ കയറ്റും. അതുകൂടാതെ അങ്ങനെ ചുമരിൻ്റെ മുകളിൽ പടർത്തും. അവിടെ റിങ്ങില്ലേ, റിങ്ങിൽ കുറ്റിക്കുരുമുളക് കുഴിച്ചിടും. ഇതിനൊക്കെ പരിപാടി ഇതാ ഇവിടെ നോക്കിയാൽ കാണാതാ. ഇതിൻ്റെ മുകളിൽ ഞാൻ ഒരുപാട് കുരുമുളക് പറിച്ചിട്ടോ. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന് കാണാം. പിന്നെ ഇതാ ഇതിൻ്റെ മുകളിൽ ഇതാ ഇഷ്ടംപോലെ ഇപ്പോഴും പറക്കിയുണ്ട്. ഞാൻ വിട്ടുപോയതുണ്ട്, പറക്കാൻ വിട്ടുപോയതുണ്ട്. അവിടെയൊക്കെ ഇവിടെ കുരുമുളക് ഇവിടെ കാണാം. ഇനി പറക്കാനുണ്ട്. അതിൻ്റെ പറക്കുന്ന ദിവസം കുറച്ചൊന്നും തിരക്കായിരുന്നു. ആ തിരക്ക് കാരണം എനിക്ക് ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഒരു ദിവസം നോക്കാൻ മറന്നുപോയി. അപ്പോൾ ഇപ്പം പറിച്ചിരുന്നാൽ ശരിയാവില്ല, കാരണം എനിക്ക് കുറേ വേറെ പണിയുണ്ട്. കുരുമുളകിൻ്റെ കൃഷി വേറെ ഉണ്ട്, അത് നിങ്ങൾ കാണിച്ചു തരാം. വരും, കൂടെ വരും. ഞാൻ പറഞ്ഞില്ലേ, റിങ്ങിൽ കുരുമുളക് കുഴിച്ചിടാറുണ്ട്. ഇത് സിമെൻറ്റിൻ്റെ റിങ്ങാണ്. ഇതാ കണ്ടോ, റിങ്ങാ. ഇതിൽ ഞാൻ കുരുമുളക് കുഴിച്ചിടാറുണ്ട്. ഇതാ ഇതിൻ്റെ മുകളിൽ ഇതാ കണ്ടോ, നന്നായിട്ട് കുരുമുളക് കിട്ടും. കുരുമുളക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതാ അവിടെ കണ്ടോ, കവുങ്ങിൻ്റെ മുകളിൽ, മരത്തിൻ്റെ മുകളിലൊക്കെ ഞാൻ കുഴിച്ചിടാറുണ്ട്. ഓക്കെ, ഇന്നിപ്പോൾ ഞാൻ എന്താ ഈ ഒരു റിങ്ങിലുണ്ടായിരുന്നു ഒരു 5-8 വർഷം എനിക്ക് നന്നായിട്ട് കായ കിട്ടിയാണ്. അതിൻ്റെ കട എന്ന് പറഞ്ഞാൽ എൻ്റെ കൈയിനെക്കാട്ടും വണ്ണം ഉണ്ടായിരുന്നു, നല്ല കടയായിരുന്നു. അതിനെന്തോ ഒരു അസുഖം വന്നു, ദ്രുതപാട്ടാന്ന് തോന്നുന്നു. ആ കേടായിപ്പോയി. പിന്നെ ഈ മണ്ണൊക്കെ നന്നായിട്ട് കുമ്മായൊക്കെ ഇട്ട് നന്നായി പരവപ്പെടുത്തിയാണ്. ഇനി ഒന്നുകൂടി കൊത്തി ഇളക്കണം. എന്നിട്ട് ഇതാ ഇവിടെ കുറച്ച് ഞാൻ കുറ്റിക്കുരുമുളക് കൊണ്ടുവന്നിട്ട് ഇങ്ങനത്തെ ചെറിയ തൈയായിരുന്നു. അതിനെ ഞാൻ വളർത്തി വലുതാക്കി ഇത്രയാക്കി. പക്ഷേ ഇതിലേക്ക് മാറ്റി കുഴിച്ചിടാൻ സമയം കിട്ടിയില്ല. ഇപ്പോഴാണ് സമയം കിട്ടിയത്. ഇതിൻ്റെ മുകളൊക്കെ കുരുമുളക് ഉണ്ടായിട്ടുണ്ട്. ഈ കുരുമുളകൊക്കെ പറിക്കണം. ഇതൊക്കെ പഴുത്തിട്ടുണ്ട്. ഇതൊക്കെ പറിക്കണം. ഇതിൽ കുഴിച്ചിടുന്നതിന് മുന്നേ ഇതൊക്കെ പറിക്കണമെന്നും ആയിരിക്കുന്നതാ. ഞാൻ പറഞ്ഞ ആ ചുമരിൻ്റെ മുകളിലുള്ള കുരുമുളകില്ല, നേരത്തെ ചുമരുകൾ പടർത്തിയ അതിൻ്റെ മുകളിൽ നിന്ന് ഇപ്പം പറിച്ചാണ്. ഇതിൻ്റെ മുന്നേ വേറെയും പറിച്ചിരുന്നു. ഇനി അതൊക്കെ പറിക്കാണ്ട്, ഒരുപാട് പറിക്കാണ്ട്. പിന്നെ മരത്തിൻ്റെ മുകളിൽ, പിന്നെ കവുങ്ങിൻ്റെ മുകളിൽ, തെങ്ങിൻ്റെ മുകളിൽ ഒക്കെ ഞാൻ പടർത്തിയിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാം. കാരണം ഈ കാര്യത്തിൽ ഞങ്ങൾ സ്വയം പര്യാപ്തമാണ്. ഞങ്ങൾ ഒരിക്കലും കുരുമുളക് പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. ഓക്കെ, അപ്പോൾ ഞാനിത് കുഴിച്ചിടാൻ പോവുകയാണ്. അത് കാണാം. ഈ റിങ്ങിലേക്ക് ഞാൻ പ്ലാന്റ് ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ മുകളിൽ പഴുത്ത മുളകുകളാണ്, കുരുമുളകൊക്കെ നന്നായി നല്ല മൂപ്പായതാണ്. അപ്പോൾ അതൊക്കെ പറിച്ചെടുത്തിട്ട് വേണം ഇതിൽ പ്ലാന്റ് ചെയ്യാൻ. ഓക്കെ, ഒന്നാമത്തെ പറിച്ച് കഴിഞ്ഞ് ഈ രണ്ടാമത്തെ നമുക്ക് പറിച്ചെടുക്കണം. നല്ല പഴുത്ത് കണ്ടതാ. ഇതുണ്ടോ, നല്ല പഴുപ്പായിട്ടുണ്ട്. അപ്പോൾ പറിച്ച് ഒന്ന് നട്ടു, ഇനി രണ്ടാമത്തെ നടണം. ഇങ്ങനെ നട്ടിട്ടാണ് മറ്റേത് ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾക്ക് നിലത്ത് നിന്നിട്ട് പറിക്കാൻ പറ്റും. ഓക്കെ, കാണിച്ചോ. രണ്ടാമത്തതിനെ സ്ഥാപിച്ചു. നിങ്ങര് നല്ല വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക, നനയ്ക്കുക. അത് 2-3 മാസം ആകുമ്പോഴത്തേക്ക് നല്ല ഫ്ലറിഷായിട്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് വരും. ഇവിടെ ഒരു കറിവേപ്പിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് മുന്നേ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ലേറ്റായിപ്പോയി. കണ്ടോ, വള്ളികളൊക്കെ പടർന്നു പോയത് ലേറ്റായിപ്പോയി. സാരമില്ല, നമുക്ക് ഇവനെ അടിപൊളിയാക്കി എടുക്കാം. ഇതിൻ്റെ അടിഭാഗം പൊള്ളയാണ് കേട്ടോ, റിങ് മാത്രമാണ്. ഇവിടെ ഇങ്ങനെയാണ് തുറന്നു കിടക്കുന്നത്, അതുപോലെ തന്നെ അടിയിലും തുറന്നു കിടക്കുന്നുണ്ട്. അങ്ങനത്തെ റിങ്ങാണിത്. ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ കാണാം പല റിങ്ങുകളും ഉണ്ടാക്കിയിട്ട്. അപ്പോൾ പല ആവശ്യങ്ങളും ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ഈ ആവശ്യങ്ങൾക്ക് വാങ്ങിക്കൊണ്ടിരും. ഈ ആവശ്യത്തിൽ ഉണ്ടാക്കി വെച്ചതൊന്നല്ല. അപ്പോൾ നമുക്കൊരു ഐഡിയ തോന്നുമ്പോൾ അതിനനുസരിച്ച് അതുകൊണ്ട് ചെയ്യും. ഓക്കെ, ഇനി വേറെ കുരുമുളക് ഉണ്ടാക്കിച്ച് കാണിച്ചുതരാം. കുരുമുളക് ഞാൻ നേരത്തെ കാണിച്ചെന്ന ചുമരിൻ്റെ മുകളിലും, അതായത് കോമ്പൗണ്ട് വാളിൻ്റെ മുകളിലും വീടുന്നൊക്കെ പറിച്ചാണ്. ഇനി ഇതൊക്കെ പറിക്കാനുണ്ട്. ഇനി വേറെ കുരുമുളക് കൃഷി ഞാൻ ചെയ്തേ കാണിച്ചുതരാം. വരൂ.
ഇത് 2025 ആ മഴയുടെ സമയത്ത് ജൂൺ ജൂലൈ സമയത്തൊക്കെ കുഴിച്ചിട്ടാണിത്. ഇതിങ്ങനെ പടർന്ന് വരുന്നുണ്ട്, പൊന്തി വരുന്നുണ്ട്. ഇതുപോലെ ഒരു 10-40 കവുങ്ങുണ്ട് പറമ്പിൽ. ആ കവുങ്ങിൻ്റെ മുകളിൽ എല്ലാം കുഴിച്ചിട്ടിട്ടുണ്ട്. ഇത് കണിക്കൊന്നയാണ്. ഈ കണിക്കൊന്നേൻ്റെ മുകളിലുള്ളത് ഇന്ന് ഞാൻ പറിച്ചു. ഇനി ഇത് തൈത്തങ്ങായിരുന്നു, തൈത്തങ്ങ ആയിരുന്നു അല്ല തൈത്തങ്ങ ആണ്. ഇതിൻ്റെ മുകളിൽ പഴുത്ത് കിടക്കുന്നുണ്ട്. ഇത് പറിക്കാണ്ട് ദിവസം ദിവസം കുറച്ച് അത് പറിക്കും. ഇനി വേറൊരു രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. വരും. ഇതൊരു പൈപ്പാണ് ഉണ്ടല്ലേ, ഒരു GI പോലത്തെ GI പൈപ്പാണിത്. ഇരുമ്പിൻ്റെ പൈപ്പാണ്. ഇത് ഞാൻ കുത്തനെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കെട്ടിയതാണ്. ഇതിൻ്റെ മുകളിൽ നല്ല പിടിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ പിടിക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ പറിക്കാനുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എല്ലാ വർഷവും പറിക്കാറുണ്ട്. പൈപ്പ് ഞാൻ ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാൻ അടുത്ത് തന്നെ കുഴിച്ചിടും. പിന്നെ ഇതൊരു പോസ്റ്റാണ്. ഈ പോസ്റ്റിന് ഇവിടെ കുഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇത് ഒഴിവാക്കിയിട്ട് നമുക്ക് കുരുമുളക് കുഴിച്ചിടണം. ഇതേ രീതിയിൽ നമുക്ക് എല്ലാ കൃഷിയും ചെയ്യാം. ഓരോന്നും ചെയ്യുന്നതനുസരിച്ച് നമ്മൾ സ്വയം പര്യാപ്തമാവും. അത്രയും സാധനങ്ങൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എൻ്റെ ഈ കൃഷി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.